രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയും. റായ്ബറേലി നിലനിർത്താൻ ഇന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. അടുത്തയാഴ്ച രാഹുൽ വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. കോൺഗ്രസ് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടായി. ആ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5:30 കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് ജൽബോഡി ചേരുകയാണ്. അതിൽ CPP ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുക. സോണിയാജിയെ വീണ്ടും CPP ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കും. ആ CPP ചെയർപേഴ്സണാണ് സ്പീക്കർക്ക് ലോക്സഭയിലെ നേതാവായി രാഹുൽ ഗാന്ധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള കത്ത് കൊടുക്കേണ്ടത്. അത് സ്പീക്കർക്ക് കൊടുത്തതിന് ശേഷം സ്പീക്കറാണ് അത് സഭയിൽ അനൗൺസ് ചെയ്യേണ്ടത്. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, റായ്ബറേലി ആയിരിക്കുമോ വയനാട് ആയിരിക്കുമോ രാഹുൽ ഗാന്ധി ഒഴിയുക എന്നത് വളരെ ചർച്ചാ വിഷയമായി നിലനിന്നൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണ് ഇതിലൊരു വിശദീകരണം വന്നിരിക്കുന്നത്. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയും എന്നൊരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നു, മറ്റു വിവരങ്ങൾ? ആൻമരിയ, കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. കാരണം റായ്ബറേലിയിൽ തുടരാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സഖ്യത്തിനടക്കം വലിയ മുന്നേറ്റമുണ്ടാക്കിയ റായ്ബറേലിൽ തന്നെ തുടരണമെന്നാണ് ഇന്നത്തെ CWCയിൽ നേതാക്കളടക്കം നടത്തിയൊരു പൊതുവികാരം. എന്തായാലും ഏത് മണ്ഡലം നിലനിർത്തുമെന്നത് ഈ മാസം 17-നകം അറിയാമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ അല്പസമയം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയൊരു കാര്യം. നമുക്കറിയാം, വയനാട്ടിൽ ഒരു സുരക്ഷിതമായ മണ്ഡലമാണ്. 2019-ൽ വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലടക്കം രാഹുൽ ഗാന്ധിയെ സംരക്ഷിച്ചൊരു മണ്ഡലം വയനാടാണ്. സ്വാഭാവികമായിട്ടും വയനാടുമായി രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലം ഒഴിയുകയാണെങ്കിൽ അതിന് മുൻപ് വയനാട് സന്ദർശനം നടത്തിയ ശേഷം മാത്രമേ അത്രയും നടപടിയിലേക്ക് എന്തായാലും പോവുകയുള്ളൂ. നമുക്കറിയാം, റായ്ബറേലിയിലെ സാഹചര്യം കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം ഒരു ഘടകമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റത്തിന് റായ്ബറേലി അനുയോജ്യമായ, അല്ലെങ്കിൽ റായ്ബറേലി നിലനിർത്തേണ്ട ഒരു മണ്ഡലമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് CWC അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് PCC ഘടകമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. കേരള PCC ഘടകം രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയ സാഹചര്യമെല്ലാം തന്നെ ഇപ്പോൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്, അതുപ്രകാരമുള്ള തീരുമാനം രാഹുൽ ഗാന്ധി സ്വീകരിക്കും. എന്തായാലും CWCയിൽ ഒരു പൊതുവെ ഉയർന്ന വികാരം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരുമെന്നുള്ളതാണ്. ഇനി അഥവാ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ നേതാക്കളെ പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഒരു അനുയോജ്യ സ്ഥാനാർത്ഥി എന്നതിനാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അല്പസമയം തന്നെ 24-നോട് വ്യക്തമാക്കിയ ഒരു കാര്യം. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയും. റായ്ബറേലി നിലനിർത്താൻ ഇന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. അടുത്തയാഴ്ച വയനാട് സന്ദർശിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്നും ഇപ്പോൾ വിവരങ്ങൾ വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ.